Like this, when you cut small, open and after eat. Okay. This is all traditional style. ജീരകത്തിൻ്റെ ഇതിൻ്റെ ഒരു മണമുണ്ട്. സോ ടേസ്റ്റ്. ജോർജിയ രാജ്യം സ്ഥാപിതമായതിൻ്റെ 3000 വർഷത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ 2000 വർഷം പൂർത്തിയായതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് 2009 ഈ ഒരു സ്മാരകം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നത്. ദിസ് ഇസ് മെറ്റൽ റൈറ്റ് ഓർ മെറ്റൽ? Looks like stone, but it's special. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല കാറ്റുണ്ട്. നമ്മൾ സ്കോട്ടിഷ് കവേലി കത്തീഡ്രലിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് മഷ്കേത്ത ടൗണ് തിന്ന് തിരിച്ചു പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പോകുന്നത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ വീഡിയോയിൽ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ വിശേഷങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ യുനെസ്കോയുടെ പൈതൃക പട്ടികകളും വേറൊരു പുരാതന നഗരവും കണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. മസ്കത്ത് എന്ന് പറയുന്നത് പുരാതന ഐബീരിയയുടെ തലസ്ഥാനം കൂടെ ആയിരുന്നു. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിലോട്ട് പോകണം. അതാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. നമ്മളിപ്പോൾ മസ്കത്തയുടെ സംരക്ഷിത മേഖല ഉണ്ട് കേട്ടോ, യുനെസ്കോയുടെ സംരക്ഷിത മേഖല. അതിൻ്റെ പുറത്തിറങ്ങി. പക്ഷേ ഇവിടെയും പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഒരു സ്ട്രീറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിർമ്മാണ രീതിയൊക്കെ ഒരു പഴയ രീതിയിലുള്ള പഴമയുടെ രീതിയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പൈൻ മരങ്ങളും അതുപോലെ പഴയ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളത്. ടിബ്ലിസി സിറ്റിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരമാണ് മസ്കത്തൊക്കെ ഉള്ളതെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇവിടെ വരാൻ വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടും ടാക്സിയും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ട്രെയിനും ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇടതുവശത്ത് ഖുറാ നദി കാണാം. നമ്മൾ ഈ ഒരു റോഡ് വഴിയാണ് മസ്കത്തയിലോട്ട് വന്നത്. വന്ന വഴി തന്നെ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മസ്കത്ത ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഖുറാ നദിയുടെ ഇങ്ങേക്കരയിലെത്തി. ദൂരെ നമുക്ക് മസ്കത്ത പട്ടണം കാണാം. ഇവിടെ ഒരു ട്രഡീഷണൽ ജോർജിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി നടത്തിയതാണ്. ഇത് മസ്കത്ത തന്നെയാണ് ഈ ഒരു ഏരിയ. നമ്മൾ മസ്കത്ത ഡാമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് പലതരത്തിലുള്ള പല ഡിഷുകൾ കിട്ടുന്ന ജോർജിയൻ റെസ്റ്റോറൻറ്റുകളാണുള്ളത്. ജോർജിയൻ ഡിഷസ് മാത്രമല്ല പല ക്യൂസിൻസും കിട്ടുന്ന കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. പൈൻ മരങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ താഴെ നല്ല തണലും നല്ല കാറ്റുമുണ്ട്. പുറത്തൊക്കെ ഒരുപാട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അത് Like this, when you cut small, open and after eat. Okay. This is all traditional style. Beans with corn. Fresh from the oven. This is very famous. This restaurant has this beans name. ജീരകത്തിൻ്റെ ഇതിൻ്റെ ഒരു മണമുണ്ട്. സോ ടേസ്റ്റ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇത് വേണ്ട. Small sea. Water reservoir. People swimming. Look, this beach. Look, beach. People swimming. നമ്മൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എത്താറായി. ഈ കാണുന്ന ടിബ്ലിസി റിസർവോയർ ആണ്. ടിബ്ലിസി സീ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യൽ തടാകമാണ്, ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ലോറി നദിയിൽ നിന്നാണ് ഇവിടെ ഒരു ടണൽ വഴി വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കൃത്രിമ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. ടിബിലിസിയിലെ കൃഷി കുടിവെള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് 1950 ഈ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വാട്ടർ ബേസ്ഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സർഫിംഗ്, ജെറ്റ് സ്കീയിങ്, സെയിലിംഗ്, ഫിഷിംഗ് അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് പോകുന്ന വഴിക്ക് നെറ്റിൽ നോക്കിയപ്പോൾ കണ്ട കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്തേ ഉള്ളൂ.
അതുപോലെ ഇതിൻ്റെ വലുപ്പത്തിൻ്റെ കാര്യങ്ങൾ നെറ്റിൽ നോക്കുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ 11.6 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. ഏകദേശം 9 കിലോമീറ്ററോളം നീളമുണ്ട്, 3.5 കിലോമീറ്റർ വീതിയുണ്ട്, 25 മീറ്റർ മുതൽ 45 മീറ്റർ വരെ ആഴമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പാർക്കിങ്ങിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. ഇനി കുറച്ച് നടന്ന് മേളിലോട്ട് കയറി പോകണം. ജോർജിയ രാജ്യം സ്ഥാപിതമായതിൻ്റെ 3000 വർഷത്തിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ 2000 വർഷം പൂർത്തിയായതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് 2009 ഈ ഒരു സ്മാരകം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നത്. 1985 സുറാബ് സൊററ്റേലി എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഇത് നിർമ്മിച്ചതല്ല, ഡിസൈൻ ചെയ്തത്. ഇന്ന് കാണുന്ന രീതിയിൽ ആവുന്നത് 2009-ലാണ്. പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അപൂർണമായൊരു നിർമ്മിതി എന്ന പേരിലാണ് ഈ ഒരു ശില്പം പേര് കേട്ടത്. ഈ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ കാണുന്ന നിർമ്മിതി കാണുന്നത് ക്രിസ്തുമതമായിട്ട് ബന്ധപ്പെട്ടതും ഇവിടെയുള്ള ജോർജിയൻ ഭരണാധികാരികളുടെയൊക്കെ ശില്പങ്ങളാണ്. അങ്ങനെ മതവും ഭരണവും കൂട്ടിക്കൊഴിച്ച് സ്മാരകം നിർമ്മിക്കുന്നതിനെതിരെ കുറേ ആൾക്കാർ എതിർപ്പുമായിട്ട് വന്നു. ഇവിടെ അത് വലിയ വിവാദം ഉണ്ടാക്കി. പക്ഷേ വേറെ കുറേ പേര് ഇത് ഇവരുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ ഒരു കാലത്ത് ഇത് പുറം ലോകം അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയായിട്ട് മാറും, അതുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാർ അതിനെതിരെ വാദിച്ചു. എന്തായാലും ഈ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു സ്മാരകം നിർമ്മിച്ചു. ഇന്ന് ജോർജിയയിൽ വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഐക്കണിക് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ശില്പങ്ങളും മുകളിൽ ജോർജിയയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും സാഹിത്യകാരന്മാരുടെയൊക്കെ ശില്പങ്ങളുമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. വെങ്കലം, കല്ല് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ശില്പം മൊത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. This is metal, right? Or Yes, rock? Metal. Looks like stone, but it's a special. Special metal. Okay. King Wachtang, look. He's King Wachtang founder. Okay, I show you big warrior. Okay. And 3-4 times change horses, army. When he go first go. Queen Tamar. She was very strong queen, 11th century also. This one, Queen. Yes. What is the name? Queen? Queen Tamar. Tamar. Okay. Very strong. Crucifixion. This under Jesus' life. Yeah. In the up, all Trojan kings. and famous people. Left side, writers, famous writers. Yeah, good. Don't touch. ഷോട്ടാസ് മൗണ്ടൻ എന്നാണ് ഈ ഒരു കുന്ന് അറിയപ്പെടുന്നത്. നമ്മൾ നടന്നിങ്ങനെ സ്മാരകം ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡെത്തി. ആ കാണുന്ന സെന്റ് നിനോയുടെ പേരിലുള്ള ഒരു ചർച്ചാണ്. ഒരു വൃത്താകൃതിയിലാണ് ശരിക്കും ഈ ഒരു നിർമ്മിതി പൂർത്തിയാകുമ്പോൾ വരേണ്ടത്. ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. പക്ഷേ പണി പൂർത്തിയാകാത്തതുകൊണ്ട് നമുക്ക് ആ വൃത്താകൃതിയിലുള്ള ഒരു ടോട്ടൽ ഡിസൈൻ മനസ്സിലാവില്ല. പക്ഷേ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നടന്നിരിക്കുന്നത്. 16 തൂണുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതാണ് ടിബിലിസി സീയുടെ കാഴ്ച. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. സ്കീയിങ്, സ്കീ ജെറ്റ്, അതുപോലെ വാട്ടർ ബൈക്ക്, ബോട്ടിംഗ്, പെഡൽ ബോട്ടിംഗ്, സ്പീഡ് ബോട്ടിംഗ്, അങ്ങനെ ഒരുപാട് വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഈ ഒരു ബീച്ച് സൈഡിലുണ്ട്. ഈ ഒരു ഭാഗം മാത്രമാണ് ബീച്ച് എന്നറിയപ്പെടുന്നത്. ഈ അറ്റം മുതൽ ഇവിടെ മുതൽ ഇങ്ങനെ ഈ ഒരു ഭാഗം വരെയാണ് ഈ ബീച്ചുള്ളത്. അതിൻ്റെ മറ്റു സൈഡിലൊന്നുമില്ല.
ഇനിയിപ്പോൾ നമുക്ക് സെൻറ്റിനോ ചർച്ചും കൂടെ ഒന്ന് കാണാം. ഇതാണ് സെൻറ്റിനോ ചർച്ചിൻ്റെ ഫ്രണ്ട്. നല്ല ഭംഗിയുള്ള ഒരു നിർമ്മിതിയാണ് ശരിക്കും ഇത്. കാണാൻ വളരെ രസമുള്ളൊരു ചർച്ചാണ്. Can you find Juari Monastery? Today we will begin. Juari? Juari, this is Juari. For here, but try to find Juari. Juari, no, not this one. This Check is everything. This is Mashketa, I think. North side, please. നോർത്ത് ടിബ്ലിസി. ഈ ഭാഗത്താണ് നോർത്ത് ടിബ്ലിസി വരുന്നത്. ഓ, Your region? What is region? Your region, your hotel is this. this side. All Tbilisi down. Okay. Yeah. Tbilisi. Now around 2 million, I think. Grow up and grow up. That is Aragu River, right? This is Kura. Kura, okay. Coming straight after 65 kilometers, united together. And after okay, coming okay. such a one. Okay. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ സമയം 3:30 പക്ഷേ ഇന്ന് നന്നായിട്ട് നടന്ന് തളർന്നു. ഇനി നേരെ ഹോട്ടലിലോട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ്. നാളെ ഗുഡൌരി ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.